തിരികെത്താം. ഞാൻ പറയട്ടെ ഒരു മിനിറ്റ്. ഇതിൽ പരിശുദ്ധ ഖുർആൻ തീയിട്ടു എന്ന് പറയുന്ന റൂമർ പ്രചരിപ്പിക്കാനും രണ്ട് വിഭാഗം ആളുകളും ശ്രമിക്കും. കാരണം ഇതിൽ ഞാൻ ഒരു വിഭാഗത്തെ മാത്രമല്ല കുറ്റം പറയുന്നത്, ഇത് രാജ്യശത്രുക്കൾ ആരാണോ, അത് ഹിന്ദു മുസ്ലിം വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ആരാണെങ്കിലും ശരി രാജ്യത്തിന്റെ ശത്രുക്കളാണ്. ഇങ്ങനെ വലിയൊരു സംഭവം ഉണ്ടായി. ഈ സംഭവം ഇവിടെ ആവർത്തിക്കാൻ പാടില്ല. കാരണം നമ്മുടെ രാജ്യമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മതവിശ്വാസമുള്ള രാജ്യം. നമ്മുടെ രാജ്യമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വൈവിധ്യമാർന്ന സംസ്കാരമുള്ള രാജ്യം. നമ്മുടെ രാജ്യമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന രാജ്യം. ഈ രാജ്യത്ത് വൈകാരികമായി ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കി ഒരു കലാപം ഉണ്ടായാൽ ഇത് നാളെ മഹാരാഷ്ട്രയിൽ ഒതുങ്ങി നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ശരി, അതാണ് വിഷയം. ഞാൻ തിരികെത്താം. ശ്രീ ഷാബു പ്രസാദ്, ഔറംഗസീബിനെ ന്യായീകരിക്കാൻ ആരും വരുന്നില്ല. ഏതെങ്കിലും ഒരു ചരിത്ര പുസ്തകത്തിൽ എന്തെങ്കിലും നല്ല വാക്കുകൾ ഉണ്ടെങ്കിൽ അതുപോലും ആൾക്കാർക്ക് തിരുത്താവുന്നതാണ്. വിഷയം ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിന്റെ ചുമതലയിലുള്ള യൂണിയൻ മിനിസ്ട്രി ഓഫ് കൾച്ചറിന്റെ കീഴിൽ വരുന്ന ആർക്കിയോളജിക്കൽ സർവേ, അവരാണ് ഈ ശവകുടീരം സംരക്ഷിക്കുന്നത്. ശവകുടീരമാണ്, മെമ്മോറിയൽ അല്ല, ടോംബാണ്, ടോംബ് മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ശിവസേന പറയുന്നത് ഈ സുരക്ഷ പിൻവലിക്കാം, ഇനി സംരക്ഷിത സ്മാരകം എന്നുള്ളൊരു പദവി ഉണ്ടെങ്കിൽ അതും പിൻവലിക്കാം. ഇതൊക്കെ കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്നിരിക്കുന്ന കാര്യമാണ്. അതിനുശേഷം ഇതൊന്നും ചെയ്യാതെ ഇത് പൊളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു അത് VHPയും ബജ്രംഗ് ദളും ഈ തരത്തിലൊരു വലിയ വിഷയമുണ്ടാക്കുക, സംഘപരിവാർ ഇതൊരു വലിയ വിഷയമാക്കുക, അതിനുശേഷം ബംഗ്ലാദേശിൽ നിന്ന് വരെ മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകൾ വന്ന് വലിയ സംഘർഷത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ നടത്തുക. എന്തിനാണ് ഈ നാടകം? ഇതുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത്? അപർണ, ആദ്യം ഒരു കാര്യം, ഇവിടെ ഇപ്പൊ എല്ലാവരും ഒരേപോലെ സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഒരേപോലെ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണ്? മഹാരാഷ്ട്രയെ സംബന്ധിച്ചോളം ശിവാജി, സംഭാജി എന്നൊക്കെ പറയുന്നത് കാലാകാലങ്ങളായി, ഇന്നൊന്നും ഉണ്ടായി, ഒരു ഛാവ സിനിമ വന്നതിനെ തുടർന്നൊന്നും ഉണ്ടായതൊന്നുമല്ല. എത്രയോ കാലമായി അവിടെ ഒരു വളരെ വലിയ വികാരമാണ്. അത് മാത്രമല്ല, ഈ ഔറംഗസീബിനോടുള്ള ആ ഒരു ഔറംഗസീബും ഒരു നെഗറ്റീവ് വികാരമാണ്. അത്രമാത്രം ശക്തമായിട്ടുള്ള ഈ രണ്ട് വികാരങ്ങൾ കാലാകാലങ്ങളായി മഹാരാഷ്ട്രയിലുണ്ട്. അതിന് ഒരു ഛാവ സിനിമയോ അല്ലെങ്കിൽ ഇപ്പൊ വന്ന ഒരു ശിവസേനയോ BJPയോ ഒന്നും ആവശ്യമില്ല. നൂറ്റാണ്ടുകളായി മഹാരാഷ്ട്രക്കാരുടെ സിരകളിലോടുന്ന ഒരു കാര്യമാണത്. പിന്നെ വേറൊന്ന്, ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഈ ഒരു കലാപത്തിന്റെ അന്തരീക്ഷം ഉണ്ടായി, സംഗതി ഉണ്ടായി. അത് ഈ പറഞ്ഞില്ലേ, കാലാകാലങ്ങളായി നിൽക്കുന്ന ആ ഒരു വികാരം ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ പൊട്ടി പുറത്തു വരും. അത് പിന്നെ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ ഈ ചരിത്രത്തിൽ ഉണ്ടായ കാര്യങ്ങൾ അതിനെ നമ്മൾ ഇപ്പോഴും ഓർക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ വേണം. ഇവിടുത്തെ ഇത് നാളെ പോയി പൊളിക്കണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ചരിത്രത്തിലെ തെറ്റുകൾ തിരുത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. പിന്നെ ചരിത്രത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ചരിത്രത്തിൽ ജീവിക്കാൻ കഴിയില്ല. നമുക്ക് ഇന്നലകളിൽ ജീവിക്കാൻ കഴിയില്ല, ഇന്നല്ലേ നമുക്ക് ജീവിക്കാൻ കഴിയും. പക്ഷേ ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയും അവയിൽ പലതും മറക്കാതിരിക്കുകയും ചെയ്യുക എന്നത് ഒരു ജനതയുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അതിന്റെ ഫലമാണല്ലോ കാര്യം. ചരിത്രത്തിൽ ചെയ്ത മഹാപാപങ്ങളാണ് ഈ നാട്ടിലുണ്ടായിരുന്ന അയിത്തവും ഉച്ചനീതിത്വവും ഒക്കെ. അതിനൊക്കെ നമ്മൾ ഇന്ന് പരിഹാരം കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഈ തലമുറ. അതല്ലേ ഈ സംവരണം എന്നൊക്കെ പറയുന്നതിന്റെ കാരണം എന്താ? ആ ചരിത്രത്തിൽ ചെയ്ത മഹാപാപത്തിന്റെ പരിഹാരമാണത്. അതെ, പക്ഷേ ശ്രീ ഷാബു പ്രസാദ്, അന്ന് ഈ 1000ഓളം വർഷം അമ്പലത്തിൽ കയറാൻ കഴിയാതിരുന്ന ദളിതർ ഇപ്പോൾ മുന്നോക്ക വർഗക്കാർക്കെതിരെ പ്രതിഷേധവും സമരമായിട്ട് വന്നാൽ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞില്ലേ ഈ നാട്ടിൽ അങ്ങനെ ഒരു വികാരമുണ്ട്. കാര്യം അത് ചരിത്രത്തിന്റെ ബാക്കിയാണത്. അത് കാലങ്ങളെടുത്തേ മാറ്റാൻ കഴിയുള്ളൂ. യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവിടെ ജർമ്മനിയിൽ പോയി കഴിഞ്ഞാൽ ഹിറ്റ്ലറുടെ ഒരു സ്മാരകം നമുക്ക് കാണാൻ കഴിയുമോ? കാണാൻ കഴിയില്ല. ഇവിടെ സോവിയറ്റ് യൂണിയനിലെ അവര് വന്ന് അവിടെ സെന്റ് പീറ്റേഴ്സ്ബർഗിനെ അവർ ലെനിൻഗ്രാഡ് ആക്കി. അതിനുശേഷം കമ്മ്യൂണിസം തകർന്നതിന് ശേഷം തിരിച്ച് അവർ ലെനിൻഗ്രാഡിനെ സെന്റ് പീറ്റേഴ്സ്ബർഗ് ആക്കി. അവിടെ ലെനിന്റെയും സ്റ്റാലിന്റെയും ഇവരുടെയൊക്കെ പ്രതിമ റോഡിലിട്ട് ഫുട്ബോൾ തട്ടുകയായിരുന്നു. ചരിത്രത്തിന്റെ ബാക്കിയാണത്. ആ ചരിത്രം എന്ന് പറയുന്നത് വെറും കേവലം നിർജീവമായ സ്ഥിതിവിവരക്കണക്കുകളല്ല. അതൊരു ജൈവികമായ വസ്തുതയാണ്, ഒരു ഓർഗാനിക് എൻറ്റിറ്റിയാണത്. അതിൻ്റെ അനുരണനങ്ങൾ, അതിൻ്റെ റിയാക്ഷൻസ് തലമുറകളിൽ ഉണ്ടാകും.
പക്ഷെ നമ്മൾ അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാതിരിക്കുമ്പോഴും അതിനെ അഡ്രസ്സ് ചെയ്യാതിരിക്കുമ്പോഴും അതൊക്കെ അങ്ങ് മറന്നേക്ക് എന്ന് പറഞ്ഞ് സമീപിക്കുമ്പോഴുമാണ് അത് പലപ്പോഴും വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ മഹാരാഷ്ട്രയിൽ ഉടനീളം അവിടുത്തെ ജനങ്ങളിൽ ഈ ശിവജിയും സംഭാജിയും ഔറംഗസീബും ആ ചരിത്രത്തിലെ ആ സംഭവങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിനെ ശരിയായ രീതിയിൽ അഡ്രസ്സ് ചെയ്യാതെ അതിനെ നെഗറ്റീവായിട്ട് കാണുമ്പോഴും അതിനെ അവഗണിക്കുമ്പോഴുമാണ് അത് പല പ്രശ്നങ്ങളായി മാറുന്നത്. ഇവിടെയും സംഭവിച്ചത് അതേപോലെ അതിനെ ഒരിക്കലും ഞാൻ ന്യായീകരിക്കുകയല്ല, ഇവിടെയും അങ്ങനെയാണ് സംഭവിച്ചത്. എന്തായാലും സർക്കാർ അത് ഫലപ്രദമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അല്ല ശ്രീ ഷാബു പ്രസാദ്, അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു വിഷയം, നമ്മൾ ഈ സംഘർഷത്തിന്റെ വിഷയത്തിലാണ് ചോദിക്കുന്നത്, അതൊട്ട് തീർന്നിട്ടുമില്ല. ഈ വിഷയത്തിൽ വളരെ എളുപ്പം ഇതിപ്പോ ആ സിനിമയ്ക്ക് മുമ്പ് തന്നെ, സിനിമയുടെ ആവശ്യമൊന്നുമില്ല, ഈ പറഞ്ഞ പോലെ ഈ ഗുൽദാബാദ് പോലും സംഭാജി നഗറാണ്. മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് അവസാന വാക്കുകൾ. എളുപ്പത്തിൽ സംരക്ഷിത സ്മാരകം എന്നുള്ള ആ പദവി വേണമെങ്കിൽ എടുത്തു കളയാം. ആ തരത്തിലാണ് ചരിത്രം കൊണ്ട് അപമാനിക്കാൻ, ഔറംഗസീബിനെ അപമാനിക്കണമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതാകാം. ഈ ചാവ കണ്ടിറങ്ങിയ മിക്കവർക്കും ചിലപ്പോൾ അതായിരിക്കും തോന്നുന്നുണ്ടാവുക. അത്തരത്തിൽ ചില നടപടികൾക്ക് പോയാൽ മതി. അതല്ല ചെയ്തത്. ഈ സംഘർഷം ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ വലിയ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് വരാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുത്തു. അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒരു വല്ലാത്ത തീ ഇട്ടിട്ടുണ്ട്. ആ തീ എന്തിനു കൊളുത്തി എന്നാണ് ചോദ്യം. ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ ഇവിടെ ഈ ഛാവ സിനിമ വന്നില്ലെങ്കിലും ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ ഇങ്ങനെയുള്ളവർ ഏതെങ്കിലുമൊക്കെ തരത്തിൽ എവിടെയെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ഛാവ എന്നൊന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് ഇവിടെ ഇപ്പൊ ഞാൻ പറയാം, ഇവിടെ 2020 ഡൽഹിയിലെ കലാപം, പിന്നീട് രാജ്യത്തിൽ പലയിടത്തും ഉണ്ടായ കലാപങ്ങൾ, ഇതിലൊക്കെ ഈ അന്താരാഷ്ട്ര ബന്ധങ്ങളും അന്താരാഷ്ട്ര ഗൂഢാലോചനയും ഉണ്ടായിരുന്നു ഈ രാജ്യത്ത്. അതുപോലെ 2020 രാജ്യത്തുടനീളം ഉണ്ടായ ഇതിന്റെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യം മുഴുവനും ഉണ്ടായ കലാപത്തിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനകളും അന്താരാഷ്ട്ര ഈ രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ വളരെ എവിഡന്റ് ആയിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അത് പുറത്തു വന്നിട്ടുണ്ട്. അതെന്തായാലും അത് ഇവർ തക്കം പാർത്തിരിക്കുകയാണ്. എവിടെയെങ്കിലും കിട്ടുന്ന ചാൻസിൽ ഉണ്ടാകും. ഇപ്പൊ അതിന് ഈ ഛാവ സിനിമ വേണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം വേണമെന്നോ ഒന്നുമില്ല. അത് എന്തെങ്കിലും ഒരു കാരണത്തിൽ അത് പുറത്തു വരും. അതുണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ സംഘർഷത്തിൽ ഇപ്പൊ NIA അന്വേഷണത്തിലാണ്. അല്ല, അപ്പോൾ ശ്രീ ഷാബു പ്രസാദ്, ഇത് കണ്ട ജനങ്ങൾ അങ്ങനെ ചെയ്യട്ടെ. ഉണങ്ങിപ്പോയ മുറിവൊക്കെ വീണ്ടും വരുന്നുണ്ടെങ്കിൽ അവർ പ്രതിഷേധിക്കട്ടെ. പക്ഷെ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തിനകത്ത് ആളി കത്തിക്കുന്ന പ്രസ്താവന ഇടുന്നത് എന്തിനാണ്? ആ തരത്തിലുള്ള പ്രസ്താവനകൾ എന്തിനു നടത്തുന്നു? അതിന്റെ പിറകിൽ എന്താണ്? മറാഠ വികാരമാണോ രാഷ്ട്രീയമാണോ എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ നമ്മുടെ രാഷ്ട്രീയത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാഷ്ട്രീയത്തിൽ ഈ പറഞ്ഞ ചരിത്രവും വർത്തമാനവും മതവും മതവികാരങ്ങളും എല്ലാം കെട്ടുപിണഞ്ഞ് കിടക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഉപമുഖ്യമന്ത്രിയായാലും ആരായാലും ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ ഉണ്ടാകും. എല്ലാവർക്കും ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമുണ്ട്, എല്ലാവർക്കും രാഷ്ട്രീയ താല്പര്യങ്ങളുമുണ്ട്. ഇതൊക്കെ അതിനെ ആ രീതിയിലേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. കാര്യം ഇവിടുത്തെ ഒരു പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്സ്ട്രീം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥയാണ് മഹാരാഷ്ട്രയിലേത്. അപ്പം അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ വളരെ എളുപ്പമാണ്. അതിനെ ഓരോരുത്തർ അവരവരുടേതായ രീതിയിലായിരിക്കും അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുക. അല്ല ശ്രീ ഷാബു പ്രസാദ്, ഒന്നുകൂടെ ഞാൻ ചോദിക്കുന്നത്, ഇത് വെറുതെ പറഞ്ഞു പോകുകയല്ല. ബാക്കി ഉള്ള എല്ലാവർക്കുമെതിരെ കേസ് എടുക്കുമ്പോൾ ഈ കേസ് എടുത്തതിൽ മുഴുവൻ മുസ്ലിം സമുദായത്തിലുള്ളവർ മാത്രമാണ്. അതാണ് ശ്രീ ഷാബു പ്രസാദ്, കേസെടുത്തവരിൽ മുസ്ലിം സമുദായത്തിലുള്ളവർ മാത്രം. ഈ ഇത്രയും പ്രകോപനപരമായ പ്രസംഗം നടത്തിയ മന്ത്രി നിതീഷ് റാണയ്ക്കെതിരെ പോലും കേസില്ല. സ്വാഭാവികമായിട്ടും മറുവശത്ത് നിൽക്കുന്ന തീ എങ്ങനെ കെടും? ആ തീ ഇനിയും ആളില്ലേ? അല്ല, ഇത് പറഞ്ഞല്ലോ, പറഞ്ഞില്ല. ഇപ്പൊ ഇവിടെ തന്നെ പറഞ്ഞു, ഖുറാൻ കത്തിച്ചതായിട്ട് വാർത്ത വരുന്നു. ഖുറാൻ കത്തിച്ചതായിട്ട് വാർത്ത പറഞ്ഞ ആ റൂമർ പരത്തിയത് ആ ഹാൻഡിലുകളെ മുഴുവനും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരുപാട് ഹാൻഡിലുകൾ നിരീക്ഷണത്തിലാണ്. അവിടെയാണ് നമ്മൾ ഇതിന്റെയൊക്കെ പല താല്പര്യങ്ങൾ തിരിച്ചറിയേണ്ടത്. അല്ല, അതിന് തുടക്കമിട്ടോ? അതൊന്നും എതിർക്കുന്നില്ല. ഇതാര് തുടക്കമിട്ടു? ബംഗ്ലാദേശിൽ നിന്ന് വന്നൊരു തീവ്രവാദ ഗ്രൂപ്പ് എന്തിനിങ്ങനെ കാണിക്കുന്നു? ഇത് ആര് തുടക്കമിട്ട് കൊടുത്തു? അതായത് ഇത് ഈ അണ്ടിയാണോ മാങ്ങയാണോ വലുത് എന്ന് പറയുന്ന മാതിരിയുള്ളൊരു ഒരു പ്രശ്നമാണിത്. ഇത് കാലാകാലങ്ങളിലായി ഇവിടെ നിലനിൽക്കുന്ന ഒരു ഇഷ്യൂ ആണ്, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ. അതിന് ഇപ്പോഴത്തെ ഈ ഒരു സംഭവത്തിനെ മാത്രം ബേസ് ചെയ്ത് നമ്മൾ അതിനെ വിലയിരുത്താൻ പാടില്ല. പിന്നെ അതുപോലെ അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ് പറഞ്ഞ ഒരു അദ്ദേഹത്തിന്റെ ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് തിരുത്തിക്കോട്ടെ. ഈ BJPക്ക് 86 സീറ്റ് ഉണ്ടായത്
അദ്വാനി രഥയാത്ര നടത്തിയിട്ടല്ല. കാര്യം അദ്വാനി രഥയാത്ര നടത്തുന്നത് 1990 സെപ്റ്റംബർ മുതലാണ്. ഈ BJP 1989 നടന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ BJPക്ക് 86 സീറ്റ് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം 1990 ഈ രഥയാത്ര നടക്കുന്നതും പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതൊക്കെ 1990 അതായത് BJPക്ക് ആദ്യം ലഭിച്ച 86 സീറ്റും അദ്വാനിയുടെ രഥയാത്രയും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇത് ഉണ്ടാകുന്നത്. അത് താങ്കളൊന്ന് കറക്റ്റ് ചെയ്യണം എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ കലാപം അണ്ടർ കൺട്രോളിലാണ്. ഇപ്പൊ മുഖ്യമന്ത്രിയായാലും രാഷ്ട്രീയ സ്വയംസേവക സംഘമായാലും എല്ലാവരും അതിൻ്റെ അകത്ത് വളരെ പക്വമായ ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. വളരെ സങ്കീർണമാണ്, വളരെ വൈവിധ്യപൂർണമാണ്. അവിടെ പലപ്പോഴും സംഗതി വോളട്ടൈലായി പോകും ചില കാര്യങ്ങൾ. ശരി, എനിക്കതൊരു സംശയം കൈകാര്യം ചെയ്യാനേ പറ്റുള്ളൂ. എനിക്കൊരു സംശയം. അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ,